കഴിഞ്ഞ ദിവസം ശക്തമായ മഴ ലഭിച്ചതിനെ തുടർന്ന് ദേശീയപാത 183-ലെ പ്രധാന ആകർഷണമായ വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം വീണ്ടും സജീവമായി. ഇതോടെ ഇതുവഴി കടന്നുപോകുന്ന വിനോദസഞ്ചാരികൾ, അയ്യപ്പ ഭക്തർ അടക്കമുള്ളവർക്ക് മികച്ച കാഴ്ച അനുഭവമാണ് സമ്മാനിക്കുന്നത്. ദേശീയപാത 183-ൽ കടന്നുപോകുന്ന ആളുകളുടെ പ്രധാന ആകർഷണമാണ് കുട്ടിക്കാനത്തിന് സമീപത്തെ വളഞ്ഞങ്ങാനത്തെ വെള്ളച്ചാട്ടം. പാറക്കൂട്ടങ്ങൾക്ക് മുകളിൽ നിന്ന് താഴേക്ക് പതഞ്ഞ് നുരഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടം ആരെയും ആകർഷിക്കും. മഴ ശക്തമാകുന്ന വേളയിലാണ് ഈ വെള്ളച്ചാട്ടം സജീവമാകുന്നത്. ഇതുവഴി കടന്നുപോകുന്ന സഞ്ചാരികൾക്കടക്കം നവ്യ അനുഭവമാണ് സമ്മാനിക്കുന്നതും. എന്നാൽ മഴ മാറി വേനൽ വന്നതോടെ വെള്ളച്ചാട്ടം അപ്രത്യക്ഷമായിരുന്നു. ഇതോടെ വെള്ളച്ചാട്ടം കാണാൻ പ്രതീക്ഷയോടെ എത്തിയ സഞ്ചാരികൾക്ക് നിരാശയായിരുന്നു സമ്മാനിച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസം ശക്തമായ മഴ ലഭിച്ചതോടെ വീണ്ടും ഈ വെള്ളച്ചാട്ടം സജീവമാവുകയായിരുന്നു. ഇപ്പോൾ ഇതുവഴി കടന്നുപോകുന്ന വിനോദസഞ്ചാരികളടക്കം ഇവിടെ വാഹനം നിർത്തി വെള്ളച്ചാട്ടത്തിന്റെ സൗന്ദര്യം ആസ്വദിച്ചാണ് മടങ്ങുന്നത്. ഇവിടെ 2 ദിവസമായിട്ട് തിരക്കായത്. ശനി ഞായർ നല്ല തിരക്കാണ്. പിന്നെ മഴയായതുകൊണ്ട് ഈ കഴിഞ്ഞ ആഴ്ച മുഴുവൻ ആൾ കുറവായിരുന്നു. അതിനു മുമ്പ് ഒരാഴ്ചയ്ക്ക് മുമ്പൊക്കെ വിദേശികളായും സ്വദേശികളായുള്ള ആളുകളൊക്കെ ഇഷ്ടംപോലെ വന്നു പോകുകയും പോകുന്നവരെല്ലാം ഇവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കും, അതേപോലെ തന്നെ ചായ കുടിക്കും, കുറച്ച് നേരം റെസ്റ്റ് എടുക്കും. നല്ലൊരു എൻജോയ്മെൻ്റ് ആണ് എല്ലാവർക്കും. നല്ല ജോലിയായിട്ട് എല്ലാവരും പോകുന്നത്. ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. ആ രീതിയിൽ എല്ലാ നിലയിലും കുഴപ്പമില്ല. എല്ലാ നിലയിലും ഇപ്പം നല്ല ആളുകൾ കൂടുന്നുണ്ട്. ഇനിയിപ്പോൾ ഡിസംബർ ആയതുകൊണ്ട്, ഡിസംബർ അവസാനം ആയതുകൊണ്ട് പരീക്ഷ ആയതുകൊണ്ട് കുറയും. ക്രിസ്മസ് കഴിഞ്ഞാൽ ഇതിനേക്കാൾ ആളുകൾ കൂടുമെന്നാണ് പ്രതീക്ഷ. ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പ ഭക്തരടക്കം ഇവിടെ സമയം ചെലവിടുന്നുണ്ട്. പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങൾക്കും ഉണർവ് സമ്മാനിച്ചു. ഹൈറേഞ്ചിന്റെ മലമടക്കുകൾ കയറിയെത്തുന്ന വിനോദസഞ്ചാരികളുടെ അടക്കം പ്രധാന ഇടത്താവളം കൂടിയാണ് വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം. അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ ഒരുങ്ങേണ്ടതുണ്ട്. ന്യൂസ് ബ്യൂറോ, പീരുമേട്.